ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ക്ലാസ്സിൽ പോയൊക്കെയാണ് ഓൺ ദ വേ. ഇതിൽ ആ ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ് രണ്ടാമത്തെ അനിയത്തി. അവളുടെ കലാപരിപാടിയാണ് കൂടുതലും ഇതിൽ കാണുന്നത്. ഇതിപ്പോൾ 19 ഗിഫ്റ്റാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളെ 19ാമത് ബർത്ത്ഡേ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ രണ്ടനിയത്തിമാരുടെ കലാപരിപാടികളാണ് ഈ കാണുന്നത്. അവർ ഈ വീട് ഫുള്ള് പടവും വരയൊക്കെ ആയിട്ട് ഒക്കെ വരച്ച് കുത്തിയിട്ടേക്കാണ്. പിന്നെ അതുപോലെ ഫുൾ A+ കാണിച്ചതിൻ്റെ ആയിരിക്കുന്ന കണ്ണട ഒരു സാധനം, അതിൻ്റെ ഇത് ഷോക്കേസിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ അവർ നമ്മൾ ഭിത്തിയിലൊക്കെ വരച്ചിട്ടേക്കാണ് ഓരോന്ന്. അത് കാരണം പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വീടിനൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരക്കാത്തൊരു സ്ഥലം വരെ ഇല്ലയെന്നാണ് സാരം. അപ്പോൾ ആശാദി വന്നുണ്ട്. ഷൂവൊക്കെ കഴിച്ച് കയറിയത് ശരി അറിഞ്ഞിട്ടില്ല. ഡാക്കി വന്ന് ഞങ്ങൾ ജസ്റ്റ് നൈസായിട്ട് വിഷ് ചെയ്ത് ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ച് കേക്കൊക്കെ ഇത് അനിയത്തി അപ്പോഴത്തേനും പുറത്തുനിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഇതായി കൊടുക്കണം കുഞ്ഞു. അതിനിടയ്ക്ക് ഡിജിറ്റൽ ക്യാമറ ഫോട്ടോ എടുക്കൽ, ക്യാമറമാൻ കുഞ്ഞുവിനോടൊപ്പം ശ്രീകുട്ടി. ഇതിപ്പോൾ ഹനുമാൻ മല ചുമക്കണ പോലെ നിൽക്കുന്ന പോസ് ചെയ്താൽ ഫോട്ടോ എടുക്കുന്നതൊക്കെ. പക്ഷെ എന്തൊക്കെ കാണണം. അതിനിടയ്ക്ക് ഫോട്ടോ എടുത്ത് അത് പ്രിൻ്റ് ആക്കുവാണ് കുഞ്ഞു. എന്തൊക്കെ ആവോ ദൈവത്തിനറിയാം. ശ്രീകുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ക്ലാസ്സിൽ നിന്ന് വന്ന് അങ്ങനെ പാടാൻ യൂണിഫോം കൂടെ അയക്കാണ്ട് അങ്ങനെ നിൽക്കാറ്. ഓരോരോ പോസ് കുഞ്ഞുവിന്. കുഞ്ഞു തകർക്കുകയാണ് ക്യാമറ വെച്ചിട്ട്. പ്രിൻ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ആൻ്റെ ഗ്രഞ്ചുവിൻ്റെ ഒരു ചിരി. NCCയുടെ ഇതിൻ്റെ പരിപാടികൾ പോയി ഇപ്പോൾ ഇത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ സൈഡിലിരിക്കുന്ന അവളുടെ അച്ഛനും അമ്മയും എല്ലാവർക്കും ഞാൻ വീഡിയോ എടുത്ത് പോകാം അപ്പം എന്നുള്ളതാണ്. നാടാണ് ബർത്ത്ഡേ വിഷ് ചെയ്യാനും കൂടി. അങ്ങനെ ഇതിനിടയ്ക്ക് അനിയത്തി അറിയാതെ അനിയത്തി വീഡിയോ കോളൊക്കെ അതും എടുത്ത് കയറ്റിയിട്ടുണ്ട്. ഗ്യാസ് അങ്ങനെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. അതിനിടയ്ക്ക് പിന്നെയാണ് ഒരു കാര്യം ഓർത്തത്, മെഴുകുതിരി ഊതിക്കെടുത്താൽ മറന്നുപോയി ഗൈസ്. മാമനാണെങ്കിൽ അവൾക്ക് വേണ്ടി മന്തിയൊക്കെ വെച്ചിട്ട് അവൾക്കാണെങ്കിൽ അതിൻ്റെ ചിന്ത കൊണ്ട് ഇത് നമ്മുടെ പെറ്റമ്മ, അമ്മയുടെ അമ്മ, അവളുടെയൊക്കെ അച്ചാമ്മ. ഇപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത് മെഴുകുതിരി ഊതിയില്ല എന്നും പറഞ്ഞിട്ട്.
അവള് വന്നപ്പോ തന്നെ ഇവള് വന്നിട്ട് ഇവക്കൊരു ഡൗട്ട് അപ്പൂന്റെ ഫോണാണ് ഇവക്കടെ കയ്യിൽ കുഞ്ഞുന്റെ കയ്യിലിരുന്ന് വെച്ചത്. ഞാനൊരു ഫോൺ ശ്രദ്ധിച്ചില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞിന് ഐസായിട്ടൊക്കെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരമൽ ഫ്ലേവർ കേക്ക് മാജിറ അവൾ തകർക്കുകയാണ് ഗൈസ്. ഇതിനിടയ്ക്ക് ആൻറ്റി എന്നിട്ട് നല്ല ഫോളോയിങ് ആണ്. വീഡിയോ കോളിൽ അമ്മൂനെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മൂനെ കൊതിപ്പിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ എന്തോ കുഞ്ഞു ആൻറ്റി തമ്മിൽ എന്തോ മത്സരിക്കുന്ന പോലെയാണ്. കുഞ്ഞാനായിട്ട് നൈസായിട്ട് എന്നെ കണ്ട കാരണം കൊണ്ട് വീഡിയോ എടുക്കുന്നത്. ഇതിനിടയ്ക്ക് ആൻറ്റി കണ്ടിട്ടില്ല. ആൻറ്റി കേക്ക് കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻറ്റി ആരും കണ്ടെടുത്ത് വാലിട്ടതിന് ശേഷമാണ് ഗൈസ് എന്നെ കാണുന്നത്. ഞെട്ടിപ്പോയി ഗൈസ്. ആകെ ചമ്മി നാറിയിട്ടുണ്ട് ഗൈസ്. കുഞ്ഞു ഇതുപോലെ നൈസായിട്ട് മൂങ്ങിക്കളായി. അമ്മയും മോളും കൂടെ മത്സരിക്കുകയാണ്. കുഞ്ഞു ഇപ്പൊ കുഞ്ഞു കണ്ടു കഴിഞ്ഞിട്ട് എന്നെ സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. അച്ചിരി. ഇനിയിപ്പോൾ അടുത്തത് ശ്രീകുട്ടിക്ക് മന്തിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ മന്തി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഇതിലാക്കിയിട്ട് നമ്മൾ ഇതാക്കാൻ അതിനൊപ്പം തന്നെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതൊക്കെ ജസ്റ്റ് ഓരോ നേരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മേൻ്റെ സംഖ്യയൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പം ഉണ്ടാവും നമ്മുടെ കത്തിച്ചെടി കളർ. ഓക്കെ ശ്രീകുട്ടറെ ലൈറ്റ് ഒന്ന് പണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വ്ളോഗ് പോലെ എടുത്താണ്. നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാത്ത അതിൻ്റെ കുറവൊക്കെ ഉണ്ടാവും. ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.